ായ സഹോദരീ സഹോദരന്മാരെ, ഈ ഭാരതത്തിൻ്റെ എല്ലാവിധമായ നന്മകളും അതിൽ പങ്കുചേരുവാനായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഒരു ജനവിഭാഗമാണ് സത്യത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. വിദ്യാഭ്യാസത്തിലൂടെയും ആതുര ശുശ്രൂഷ സേവനങ്ങളിലൂടെയും ആത്മീയമായ തലങ്ങളിലും ഈ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഈ ക്രൈസ്തവ കൂട്ടായ്മ അതിന്ന് അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങളും പ്രത്യേകിച്ചും പീഡനങ്ങളുടെയൊക്കെ നടുവിൽ അവയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മനസാക്ഷി ഉണർത്തുവാനായിട്ട് സാധിക്കുമാറ് ഈ കാര്യങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ജാഥയുടെ ഈ എളിയ സംരംഭത്തിൻ്റെ ഉദ്ദേശം. നമുക്കറിയാം, ഈ ഒരു നാടിൻ്റെ വികസന പട്ടിക അളക്കുന്നത് സാമ്പത്തികമായ അടിത്തറയിലല്ല. സാമ്പത്തികമായ അടിത്തറയിൽ ഒരുപക്ഷെങ്കിൽ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഒരു നാടിൻ്റെ പൗരബോധവും നാടിൻ്റെ അഭിവൃദ്ധിയും അതിൻ്റെ വികസന തോതും നിശ്ചയിക്കുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. 1, അതിലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ. 2, ആതുര ശുശ്രൂഷ സേവനങ്ങളിൽ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതായ ഒരു കാര്യം. 3, ഏറ്റവും അവസാനമായിട്ട് പരിഗണിക്കപ്പെടുന്നവരെ മുൻപന്തിയിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള സാംസ്കാരികമായ പുരോഗതി. ഈ 3 കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു നാടിന് വളർച്ചയുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ അതിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഇവ തന്നെ. വിദ്യാഭ്യാസപരമായി, ആതുര ശുശ്രൂഷപരമായി, സാംസ്കാരികമായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് ഒരുമിച്ച് പറയുന്ന അനുഭവം. അത് ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ മതത്തിൻ്റെയോ വേലിക്കെട്ടുകൾക്കപ്പുറമായിട്ടുള്ള ഈ അനിതര സാധാരണമായ അനുഭവവും നന്മയും അത് ഈ ലോകത്തിൽ നടമാടുന്നു. ഇന്ന് ഈ ഭാരതത്തിലെ ക്രൈസ്തവ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒരുപക്ഷെ വേണ്ടതുപോലെ ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പൊതുസമൂഹത്തിൻ്റെ പൗരബോധം ഉയർത്താൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. ആരും മാറ്റി നിർത്തപ്പെടാൻ പാടുള്ളവരല്ല. ആരെയും ഏതിൻ്റെയെങ്കിലും പേരിൽ പീഡിപ്പിക്കുവാനായിട്ട് പാടുള്ളതല്ല. വ്യത്യസ്തമായ ആശയങ്ങളോ വ്യത്യസ്തമായ നന്മകളോ ഓരോരുത്തർക്കുള്ളത് പരിപോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയെ ഇത്രമാത്രം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ജനസമൂഹം, ഈ ക്രൈസ്തവ സമൂഹം ഇന്ന് ഭാരപ്പെടുന്നത് സത്യത്തിൽ ഇവിടുത്തെ പൊതുസമൂഹം അതിൽ വേദനിക്കേണ്ടതാണ്, ദുഃഖിക്കേണ്ടതാണ്. ഈ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഞങ്ങളുടെ ഈ സന്ദേശ റാലി ഇവിടെ നിന്ന് പ്രത്യേകിച്ച് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഇവിടെ നിന്ന് സമാരംഭിക്കുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വിഘടനത്തിൻ്റേതല്ല, വിദ്വേഷത്തിൻ്റേതല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും. ഈ നാടിന് നന്മയുണ്ടാവട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം സമൃദ്ധമായ നന്മ സംലഭ്യമാകട്ടെ. ഈ യാത്രയ്ക്ക് എല്ലാ അനുഭാവങ്ങളും എല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.